തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മത്സരാവേശം ആരംഭിച്ച് പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും അത് വർദ്ധിച്ച് ഒടുവിൽ ടൈറ്റ് ഫൈറ്റ് മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് പട്ടാമ്പി. ആദ്യഘട്ടത്തിൽ LDFന്റെ സിറ്റിംഗ് MLAക്കെതിരെ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല. വൈകി പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളി ഉയർത്തി മുന്നണിക്കകത്ത് തന്നെ പല പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ടീം UDF ആയി മാറുന്ന കാഴ്ചയായിരുന്നു പിന്നീടുണ്ടായത്. അതോടെ മുഹമ്മദ് മുഹസിൻ വേഴ്സസ് TP ഷാജി എന്ന ശക്തമായ പോരാട്ടത്തിനാണ് പട്ടാമ്പിയിൽ കളമൊരുങ്ങിയത്. LDF UDF മുന്നണികൾക്ക് ഒരുപോലെ വളക്കൂറുള്ള മണ്ഡലത്തിൽ ആര് ജയിച്ചു കയറും എന്നതിലേക്കാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒട്ടും ഓളമുണ്ടാകാതിരുന്ന മണ്ഡലത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ SDPI വോട്ടുകൾ LDF സ്വന്തമാക്കുന്നുവെന്ന UDF ആരോപണവും ജനാധിപത്യത്തിനെതിരെ പണാധിപത്യമാണ് മത്സരിക്കുന്നതെന്ന LDF ആരോപണവും മണ്ഡലത്തിൽ അലയടിച്ചു. കൊട്ടിക്കലാശത്തിലെ തമ്മിലടിയിലേക്കും പോളിംഗ് ബൂത്തിലെ വാക്തർക്കത്തിലേക്കും വരെ LDF UDF പ്രശ്നങ്ങൾ നീളുന്നതിനും വോട്ടർമാർ സാക്ഷികളായി. ജനങ്ങൾ വിധിയെഴുതിയതിനു ശേഷവും മത്സരാവേശം കെട്ടടങ്ങാത്ത മണ്ഡലമാണ് പട്ടാമ്പി എന്നുള്ളതും ശ്രദ്ധേയമാണ്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയും കുലുക്കലൂർ, വിളയൂർ, തിരുവേഗപ്പുറ, കൊപ്പം, മുതുതല, ഓങ്ങല്ലൂർ, വല്ലപ്പുഴ തുടങ്ങിയ 7 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പട്ടാമ്പി മണ്ഡലത്തിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8ൽ 6 സ്വന്തമാക്കിയ UDFന് വലിയ പ്രതീക്ഷകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നതെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം MLAയുടെ ജനകീയത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും LDF ക്യാമ്പുകൾ അടിവരയിടുന്നു. പട്ടാമ്പിയുടെ സിറ്റിംഗ് MLAയും നഗരസഭാ ചെയർപേഴ്സണും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി മാറിയ തെരഞ്ഞെടുപ്പിന്റെ വിധിക്കായി ഏറെ ആവേശത്തോടെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. എന്ത് സമയം തരാൻ? കരിയർ ആയിരുന്നില്ല നിന്റെ എക്സ്ക്യൂസ്. അമ്മാ, ഇപ്പോ എന്റെ ഡ്രീം കല്യാണം അല്ല അമ്മ. കേട്ടില്ലേ ഇത്? എത്ര കൂളായിട്ടാ മോള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. കല്യാണം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. ശരിയാണ്. അതിൽ ചില സ്വപ്നങ്ങളെങ്കിലും യാഥാർത്ഥ്യമാക്കലാണ് ഇനി എന്റെ ചലഞ്ച്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.